നമസ്കാരം. ട്രെൻഡിറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നുള്ളൊരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ നമ്മുടെ ഗസ്റ്റായിട്ടുള്ള വിൻസെൻ്റ് തോമസ് സാറ് കുറിച്ച് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. സ്കോളിക്കോൻ്റെ ഫൗണ്ടറാണ്, CEO ആണ്. അപ്പോൾ സാറാണ് നമ്മളോട് ഇന്ന് ഡീപ്പായിട്ട് കുറിച്ച് വീണ്ടും സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു ദ ഷോ സർ. ഇപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണല്ലേ നമ്മൾ വീണ്ടും കുറിച്ച് സംസാരിക്കാൻ ട്രെൻഡിറ്റിലൂടെ. ഓക്കെ, അപ്പോൾ സർ, സ്കോളിക്കോ ആ പേരിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. എന്താണ് സാറിന്റെ സ്ഥാപനമായ സ്കോളിക്കോന്റെ റിയൽ മീനിങ്? സ്കോളിക്കോ എന്ന് പറയുന്നത് ബേസിക്കലി ഈ സ്കോളർ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൻ്റെ ഒരു വേറൊരു ഫോമാണ്. അതായത് അറിവുള്ളവൻ എന്ന് പറഞ്ഞാൽ സ്കോളർ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൻ്റെ ഒരു ഫോമാണ്. ബേസിക്കലി സ്കോളിക്കോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ആർ ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം. വി ഡു AI projects and solutions and we do cyber security solutions. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. AI സൊല്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് AI നമ്മൾ AI പ്രോജക്ട്സ് നമ്മളെടുക്കും. AI പ്രോജക്ട്സിൽ വി ഡു അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കും. ഇപ്പം വി ഹാവ് ടൈ അപ്പ് വിത്ത് വി ഹാവ് കസ്റ്റമേഴ്സ് ഫ്രം ജപ്പാൻ ആൻഡ് കസ്റ്റമേഴ്സ് ഫ്രം ഇന്ത്യ ഓൾസോ. വി ഡു പ്രോജക്ട്സ് ഫോർ AI. ആൻഡ് സൈബർ സെക്യൂരിറ്റി, വി ആർ ഡെവലപ്പിംഗ് അവർ ഓൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദാറ്റ് ഈസ് സ്കോളിക്കോ ലിനക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. And as well as we are doing cyber sentinel എന്ന് പറയുന്ന സൈബർ സെക്യൂരിറ്റി സിസ്റ്റം. ദാറ്റ് ഈസ് ഇന്ത്യയിൽ നമുക്ക് സൈബർ സെക്യൂരിറ്റി സിസ്റ്റംസ് നമ്മുടെ തന്നെ ആയിട്ട് ഓൺ സൈബർ സെക്യൂരിറ്റി സിസ്റ്റം കുറവാണ്. സോ അതുകൊണ്ട് വി ആർ ഡെവലപ്പിംഗ് അവർ ഓൺ സൈബർ സെക്യൂരിറ്റി സിസ്റ്റം. വി ഹാവ് ടീംസ്, അവർ ഓൺ ടീംസ്. വി ഹാവ് ഓഫീസ് ഇൻ കൊച്ചിൻ ആൻഡ് ആസ് വെൽ ആസ് ഇൻ ബാംഗ്ലൂർ. അപ്പം വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് ഡൂയിങ് ദാറ്റ്. ഇപ്പോൾ സ്കോളിക്കോ ഓൾറൗണ്ട് ആയിട്ട് എല്ലാ മേഖലയിലും ടച്ച് ചെയ്താണ് എയുടെ പോകുന്നത് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് കാലങ്ങളായിട്ടാണ് നമ്മൾ ഇത്രയും പോപ്പുലറായി വരുന്നത് ഈ ഒരു ടേം. സാർ എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്ക് വന്നത്? ഇതിൻ്റെ ഒരു സാധ്യതകളൊക്കെ തിരിച്ചറിഞ്ഞ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്? ബേസിക്കലി എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ AI-യുടെ 80s and 90s AI ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയം. ആ സമയത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബുക്ക് വായിക്കുകയും അങ്ങനെ എനിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് വരികയും ചെയ്തു. 80s ഒരു 90s ആൻഡ് 90s എനിക്കൊരു ഒരു അവയർനെസ് ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് ഫ്യൂച്ചർ ഉണ്ടാകും എന്നുള്ള ഒരു വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നി. അതായത് നമ്മളിപ്പം AI കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മിച്ചിയോ കാക്കുവിൻ്റെ ബുക്സ് പലതും ഞാൻ വായിക്കാനുണ്ടായി. അപ്പോഴത്തേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. അപ്പം ഞാൻ അതെങ്ങനെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു ഇതിലെത്തി. അപ്പം നമ്മൾ ബുക്സ്, ചുരുക്കത്തിൽ അതിൻ്റെ കൺക്ലൂഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ പല ബുക്സുകൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബുക്സ് വായിക്കുക, കോമിക്സ് വായിക്കുക, ഇതിൽ നിന്ന് നമുക്കതിനൊരു ഇതുണ്ടാകും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിയോ സലാഡ്, അതായത് ആറ്റം ബോംബ് കണ്ടുപിടിച്ച ലിയോ സലാഡിൻ്റെ ആ ചെയിൻ റിയാക്ഷൻ കണ്ടുപിടിച്ച ആറ്റം ബോംബല്ല, ചെയിൻ റിയാക്ഷൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ ആറ്റം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത്രയും എനർജി കിട്ടും, അതൊരു ബോംബാക്കി മാറ്റാം. ഒരിക്കലും ആൽബർട്ട് ഐൻസ്റ്റൈൻ വിചാരിച്ചിരുന്നില്ല. ലിയോ സലാഡ് അദ്ദേഹം എന്ത് ചോദിച്ചാൽ, ചെറുപ്പത്തിൽ അദ്ദേഹം ഒരു ബുക്ക് വായിച്ചു, നമ്മുടെ ലിവിങ് തിങ്സ്. ഐ തിങ്ക് ദാറ്റ് ബുക്ക് വായിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ലിവിങ് തിങ്സ് വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയ കിട്ടുന്നത്. ഇത് എങ്ങനെ നമുക്ക് ഈ ഒരു ചെയിൻ റിയാക്ഷൻ ചെയ്ത്, ആ ബുക്കിനകത്ത് അദ്ദേഹം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതുപോലൊരു സയൻറ്റിസ്റ്റ് വരും, ഈ സയൻറ്റിസ്റ്റ് ഇങ്ങനെ ഒരു റിയാക്ഷൻ കണ്ടുപിടിക്കും, അങ്ങനെ ഒരു ബോംബ് കണ്ടുപിടിക്കും, അതൊരു വലിയ റെവല്യൂഷൻ ആയിരിക്കും എന്ന് അദ്ദേഹത്തിന് വായിച്ച് മനസ്സിലാക്കും. അതിൽ നിന്നാണ് പുള്ളി പെട്ടെന്ന് പുള്ളി തന്നെ ധരിക്കും, എനിക്കിത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ടിത് ചെയ്യാൻ പറ്റും എന്ന് പുള്ളി തന്നെ ധരിച്ചിട്ടാണ് പിന്നീടാണ് പുള്ളി ചെയിൻ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത്. ആറ്റം ബോംബിനെ അതിന് ബേസായിട്ട് വരുന്നത് ചെയ്യാൻ, ഒരാറ്റം പോയി 2 ആറ്റത്തിൽ മുട്ടുന്നു, 2 ആറ്റം 4 ആറ്റത്തിൽ പോയി, അങ്ങനെ റിയാക്ഷൻ അതിൽ ബിക്കം എ ബോംബ്, ഒരു വലിയ ചെയിൻ റിയാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ആണ് എന്നിലും ഈ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയത്. അത് ബുക്സും ചെറുപ്പത്തിൽ ഒത്തിരി ചെറുപ്പത്തിലേ അല്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ മറ്റുള്ളവർ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്കപ്പോൾ ഡൗട്ട് വരണം. ആ ഡൗട്ട് നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സെർച്ച് ചെയ്യുക. അങ്ങനെ ചെയ്താണ് എനിക്ക് AI-യിൽ ഞാൻ കണ്ടുപിടിക്കുകയും അതിൽ ഇത് വരികയും പിന്നെ അതെങ്ങനെ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കുകയും ചെയ്താണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരു പാസ്റ്റ് ഒരു 8 to 7 years ആയിട്ട് ഈ ഒരു ടേം കേട്ടിട്ടുള്ളൂ. നമ്മളുടെ ആരുടെയും ഒരു ടെക്സ്റ്റ് ബുക്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു ഭാഗം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഇത് ഉള്ള 80s and 90s ഒക്കെ തുടങ്ങി ഇതിൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ. ബുക്സ് ഉണ്ട്, പക്ഷേ അത്ര ഡെവലപ്ഡ് അല്ലായിരുന്നു. ജെഫ്രി ഹിൻറ്റൺ അതിനൊരു ഡീപ്പ് ലേണിംഗ് കുറച്ചുകൂടി ഡെവലപ്മെൻ്റ് ആയ ഗോഡ്ഫാദർ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് കൂടുതൽ ഇതായത്. പക്ഷേ ഇതൊരു ബിഹൈൻഡ് ദ സീൻസ് ഇതൊരു വലിയ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ നമുക്കതത്ര ഫെമിലിയർ അല്ലായിരുന്നു. ബട്ട് ദർ ആർ പീപ്പിൾ ഹു ആർ അവെയർ, അവർക്ക് അറിയാവുന്നവരുണ്ടായിരുന്നു,
ഒരു അവയർനെസ് ഉണ്ട്, ഒരു ബിഹൈൻഡ് ദ സീൻ ലോട്ട് ഓഫ് വർക്ക്സ് ഹാസ് ഹാപ്പൻ. ബിക്കോസ് ഇനിഷ്യലി അവർക്ക് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ ബോട്ടം അപ്പ്, അതായത് 2 ഡിഫറെൻറ്റ് ഐഡിയാസാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യം നമ്മൾ കണ്ടത് 80s കണ്ടതെന്ന് പറഞ്ഞാൽ മറ്റേ IBMൻ്റെ കമ്പ്യൂട്ടർ വന്നിട്ട് നമ്മൾ ചെസ്സ് കളിച്ച് തോൽപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവരെല്ലാവരും ധരിച്ചു ഈ ഒരു സിസ്റ്റം കൊണ്ട് നമുക്ക് ലോകം AI വളർന്നു, വളരെ ഡെവലപ്പ് ചെയ്തു. പക്ഷേ അവിടെ സംഭവിച്ചത് ടോപ്പ് ടു ബോട്ടം. നമ്മളെല്ലാം ഒരു കാര്യങ്ങൾ ഒരാളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അയാളെ കൊണ്ട് ചെയ്യിക്കുക, അതാണ് ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് എന്ന് പറയുന്നത്. പക്ഷേ അത് ഫെയിലിയർ ആയിപ്പോയി. നമ്മൾ ഒരാളെ എല്ലാം പഠിപ്പിച്ചിട്ട് അയാളെ കൊണ്ട് എല്ലാം ചെയ്യിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അനദർ ഐഡിയ വന്ന് ബോട്ടം അപ്പ് അപ്രോച്ച്, അതായത് ബേസിക്കലി ഇപ്പോൾ കാണുന്ന AI, അതായത് ചെറിയ നമ്മളൊരു കൊച്ചുകുട്ടി പഠിച്ചു വരുന്നത് പോലെ ഓരോ കാര്യങ്ങളും കണ്ട് പാറ്റേൺ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി റെക്ടിഫൈ ചെയ്ത് ബോട്ടം അപ്പ്. ഇത് രണ്ടും കൂടെ മെർജ് ചെയ്യുന്നൊരു സമയമുണ്ട്. ദാറ്റ് ഈസ് കാട്ടിംഗ് ദ ഗോൾഡൻ ഏജ് ഓഫ് ഗോയിങ് ടു ബി. ഇറ്റ് ഈസ് നോട്ട് അറ്റ് മെർജ്, ഒരു ലെവല് എത്തിയിട്ടില്ല. അത് ബോട്ടം അപ്പ് അപ്രോച്ച് ഫെയിലിയർ ആണെന്ന് പറയാൻ പറ്റത്തില്ല, അത് സക്സസ് ആയില്ല. AI is now taking over the world എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പല സ്ഥലത്തും കേൾക്കുന്നുണ്ട്. അപ്പോൾ യൂത്ത് എങ്ങനെയാണ് ഇതിനെടുക്കുന്നത്? ഒരു ഫ്യൂച്ചറായിട്ട് കാണുവാണോ, അല്ലെങ്കിൽ ജോബ്സ് റീപ്ലേസ് ആവുമെന്ന് പറയുന്ന ഒരു പേടിയുണ്ടോ? എങ്ങനെ യൂത്ത് ഇതിനെ കാണുന്നത്? ഇതൊരു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ AI എന്ന് പറയുന്നത് ഒരു ടൂളാണ്, നമ്മുടെ ഒരു ഏജൻറ്റാണ്. നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു കാർപ്പൻ്റർ ഒരു ഹാമർ എടുത്ത് യൂസ് ചെയ്യുന്ന പോലെ ഇതിനെ നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം, അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ജോബ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടാകും, പക്ഷേ നമ്മൾ അന്നേരം വേറെ കാര്യങ്ങൾ പഠിക്കും. ഇപ്പോൾ ഞാനിപ്പം ഒരു 80s ആണെന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടർ റെവല്യൂഷൻ വന്നു. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കിടന്ന് ബഹളം ഉണ്ടാക്കി, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒത്തിരി പേർക്ക് ജോലി പോയി, ബട്ട് അവരെല്ലാം റീപ്ലേസ് ചെയ്തു. നമ്മുടെ തന്നെ കസിൻസും അല്ലെങ്കിൽ ജ്യേഷ്ഠം പലർക്കും ജോലി പോയി, പക്ഷേ അവർ റീപ്ലേസ് ചെയ്യപ്പെട്ടു. ദ സെയിം തിങ് വിൽ ഹാപ്പൻ ഹിയർ. നമ്മുടെ ഇനി ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം നമുക്ക് സപ്പോസ് ഇംഗ്ലീഷ് കിങ് ജോർജിന് പണ്ട് ചായ കുടിക്കണമായിരുന്നു വരില്ല, ഹി ഹാസ് ടു വെയിറ്റ്. കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ടീ ചെന്നിട്ട് വേണം അയാൾ ചായ കുടിക്കാനായിട്ട്. ഹി ഹാസ് ടു വെയിറ്റ്. ഇന്നിപ്പം എനിക്കോ കാവ്യക്കോ ഒരു ചായ കുടിക്കണമെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് ടീ കുടിക്കണമെങ്കിൽ താഴെ ഷോപ്പിൽ പോയിട്ട് ആ ഏത് ടീ വേണമെങ്കിലും അവിടെ കിട്ടും. ദാറ്റ് ഈസ് എ കോമഡിറ്റി പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ ലൈക്ക് എനിത്തിങ്. അതായത് എവറി ഇയർ ഒരു 6 to 7% കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് നമുക്കിപ്പോൾ വിലയുള്ള ഇൻ്റലക്ച്വലിന് മാത്രമേ വിലയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ AIയിലും ഇൻ്റലക്ച്വലി ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, ഇത് ചെയ്യുക, അങ്ങനത്തെ ജോലികളൊന്നും പോകത്തില്ല. അതായത് ഇപ്പോൾ ഒരു ഗാർഡനർ, സിമ്പിൾ ജോബ്, ഗാർഡനർ, അയാളുടെ ജോലി പോകത്തില്ല. കാര്യം അയാളുടെ ഐഡിയയിലാണ് അത് ചെയ്യേണ്ടത്, ഗാർഡൻ ഫിക്സ് ചെയ്യേണ്ടത്, അത് ജോലി പോകത്തില്ല. റിപ്പീറ്റേറ്റീവ് ജോബ്സ്, അതായത് ഇപ്പം റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പം ഒരു കാർ ഡ്രൈവർ, അത് ഓട്ടോമാറ്റിക്കലി സെൽഫ് ഡ്രൈവിംഗ് കാർ വരും, പക്ഷേ ഡ്രൈവർ വിൽ ബി പ്ലേസ് ടു സം അതർ പ്ലേസ്. മനസ്സിലാകുന്നില്ല. മീഡിയയുടെ ഇതിലെങ്ങനെ ആയിരിക്കും ഇപ്പോൾ? മീഡിയയിൽ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ടൂൾസ്. ഇപ്പം തന്നെ എന്തുമാത്രം ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയാമോ? എല്ലാവർക്കും അറിയാമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ തന്നെ ഞങ്ങൾ പല കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു 50% ജോബ് പണ്ട് ചെയ്തിരുന്നില്ല, നമ്മൾ AI ടൂൾസ് വെച്ചാണ് ചെയ്യുന്നത്. എനിക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും ഇത് മുഴുവൻ. വി ഡോണ്ട് റിക്വയർ ഓൺലി ഒരു മൊബൈൽ ഫോൺ മാത്രം മതി എനിക്ക് ഇത് ചെയ്യുക. ബാക്കി എല്ലാ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. യു ഡോണ്ട് നീഡ് എനിബഡീസ് ഹെൽപ്പ്. പണ്ടാണെങ്കിൽ അതൊരു എഡിറ്റർ വേണം, മറ്റേ ആൾക്കാർ വേണം. അപ്പം ഈ ജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പം മീഡിയ ഫീൽഡിൽ നിങ്ങൾ ആ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് എത്രയും പെട്ടെന്ന് എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് മാർക്കറ്റിൽ വരുന്നു അത് നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഔട്ട് ഓഫ് ദ ഫീൽഡ്. കാരണം നിങ്ങൾക്ക് ടെക്നോളജി എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്, മനുഷ്യർ ജനിച്ചത് തന്നെ ടെക്നിക്കലി നമ്മൾ അഡ്വാൻസ്ഡ് ടെലിക്കിനറ്റിക് മാനായിട്ടാണ് ജനിച്ചത്. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ജോബ്സ് റീപ്ലേസ് ആവുമെന്ന് പറയുന്ന ഒരു ടൈമാണെങ്കിൽ പോലും ഒരു AI പ്രൊഫഷണൽ പറയുന്ന കേട്ടാണ് അദ്ദേഹത്തിന് 9 മാസമുള്ള ഒരു കുട്ടി ഇപ്പോൾ ചെറിയൊരു സ്റ്റെയർ കയറുമ്പോൾ 3 ദിവസം അത് കയറാൻ ശ്രമിക്കുമ്പോൾ അത് വീഴുന്നുണ്ട്, പക്ഷേ 4ാമത്തെ ദിവസം അത് കയറാൻ പഠിക്കുന്നു. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ്റെ ലേണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റാണ്, പക്ഷേ AI എവിടെയോ സ്റ്റക്കായി പോയ പോലെ ഉണ്ടോ? മീൻസ് നമ്മളുടെ കയ്യിൽ എന്ത് AI വെച്ചിട്ടുള്ള ഇത് വന്നു അതിനൊരു അപ്ഡേഷൻ വരാൻ വേണ്ടി ലാഗ് ഉണ്ടെന്നുള്ളൊരിത്. അത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ, കവ്യ പറഞ്ഞത് ശരിയാണ്. വാട്ട് യൂസ് ദാറ്റ് ഈസ് ചെറിയൊരു ഇപ്പം എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ അത്രയുമുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, അത് 2 ടെക്നോളജി, അതായത് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച്. നമ്മൾ ഈ ബോട്ടം അപ്പ് അപ്രോച്ചിലാണ് നമ്മളിപ്പോൾ 2 ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത്. നമ്മളെല്ലാം ഇപ്പോൾ ഈ ബോട്ടം അപ്പ് അപ്രോച്ചിലാണ് നിൽക്കുന്നത്. കാര്യം നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുക, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മൾ പഠിപ്പിക്കുക മെഷീനെ. അപ്പോൾ ഒരു കുട്ടി ചിലപ്പം 5 പ്രാവശ്യം വീണു, 6 പ്രാവശ്യം വീണു,
അത് പഠിച്ചു. ഇതേ സെയിം സിസ്റ്റമാണ് ഇവിടെ. നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു, ആ പ്രോജക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യിക്കുന്നു, ഒരു റോബോട്ടിനെ നടക്കാൻ പഠിപ്പിക്കുന്നു, അതിനുള്ള അപ്പോൾ അവിടെയുള്ള പ്രോബ്ലംസ്, അതിൻ്റെ റിയാലിറ്റി നമ്മൾ മനുഷ്യൻ ചെയ്യുന്ന പോലെ നമുക്ക് പല തെറ്റുകൾ പറ്റും. അതേ സെയിം തിങ് ഈസ് ഹാപ്പനിങ്. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്, കുറച്ച് ടൈം എടുക്കും. ബട്ട് വൺ തിങ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, നമ്മളൊരു 30,000 അല്ലെങ്കിൽ 40,000 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഇത് ചിലപ്പം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പഠിക്കും. മനസ്സിലാകുന്നില്ല. നമ്മൾ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങൾ ഇത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പഠിക്കും. ഇനിയുള്ള ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ദർ ആർ ലോട്ട് ഓഫ് ഇഷ്യൂസ് വി ആർ ഫേസിങ്, എസ്പെഷ്യലി ഇൻ കമ്പ്യൂട്ടിംഗ് പവേഴ്സ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആക്ച്വലി എന്താണ്? ഇപ്പോൾ ആ ഒരു ടേം എയ്ഡൊപ്പം നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടിംഗ് എന്താണ്? ദാറ്റ് ഈസ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. നമ്മളിപ്പം 0s and 1s ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു പ്രോസസ്സർ എടുക്കുക. ഒരു പ്രോസസ്സർ എടുക്കുമ്പോൾ മൂർസിലോ പറയുന്ന എവറി 18 months കമ്പ്യൂട്ടർ പവർ ഈസ് ഡബിളിങ്. നമ്മളിപ്പോൾ നോക്കി ആ ഗ്രാഫ് സ്ട്രെയിറ്റ് ആണ് ഓൾമോസ്റ്റ്. ഒരിക്കലും ഡബിൾ ചെയ്യുന്നില്ല കമ്പ്യൂട്ടർ പവർ ഡബിൾ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അവിടെ വരും. ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രോസസ്സറിൻ്റെ ഒരു ലെയറിൽ 20 ആറ്റമാണുള്ളത്, 20 atoms. ഈ ആറ്റംസിൽ റെഡ്യൂസ് ടു 5 atoms. ഈ 5 atoms വന്നു കഴിയുമ്പോൾ എന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി വരും. ആറ്റം എവിടെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഹീറ്റ്. രണ്ടാമത് അതിന് വേറെ പവർ ഇഷ്യൂസ് വരും, ലീക്കേജ് ഉണ്ടാകും, ഡാറ്റ ലീക്കേജ് ഉണ്ടാകും, ഹീറ്റ് ഒത്തിരി കൂടും. അപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള കാൽക്കുലേഷൻ നടക്കത്തില്ല. സോ ഈ പ്രോബ്ലം ഉള്ളത് കൊണ്ട് എന്ത് പറ്റും? വി ആർ ഫേസിങ് ദാറ്റ് പ്രോബ്ലം നൗ. വി കനോട്ട് ചേഞ്ച് ദ ഡിസൈൻ നൗ. പ്രോസസ്സറിൻ്റെ ഡിസൈൻ നമുക്ക് ചേഞ്ച് ഇനി എത്ര ചെയ്താലും പറ്റത്തില്ല. ദാറ്റ് ഈസ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹൈപ്പോത്തറ്റിക്കലി ദാറ്റ് ഈസ് അതിലോട്ട് ഞാൻ പോകുന്നില്ല, ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം. അപ്പോൾ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ട് വി ഹാവ് ടു വേൺ അനദർ സിസ്റ്റം ദാറ്റ് ഈസ് കോൾഡ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ആറ്റംസ് ആർ വർക്കിംഗ് ഇൻസൈഡ്, നോട്ട് ഡിജിറ്റ്സ്. 0s and 1s അല്ല അവിടെ ആറ്റംസ് ആണ്. ആറ്റത്തിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് സ്റ്റേ ഇൻ വൺ പൊസിഷൻ. ഇറ്റ് ഈസ് ഓൾവേസ് ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. അത് 0 and 1 ഒരേ സമയം 0 and 1 ആണ്. അത് മനസ്സിലാക്കണമെന്നില്ല. നമ്മളൊരു പൈസ എടുത്ത് ടോസ് ചെയ്യാൻ, ഈ ടോസ് ചെയ്യുന്ന പൈസ കയ്യിൽ നിന്ന് മേളിൽ എയറിൽ വന്നു കഴിഞ്ഞാൽ ഇത് ടോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഹെഡാണോ ടെയിലാണോ എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതുപോലെയാണ് ആറ്റം ഓൾവേസ് 0s and 1s ആണ്. നമ്മൾ 2 ഡിജിറ്റ്സ് മാത്രമേ നമുക്കുള്ളൂ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ, 0 and 1. പക്ഷേ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ 0യും 1ഉം, ഈ 0യുടെ ഇടയ്ക്ക് 1ൻ്റെ ഇടയ്ക്കുള്ള കുറേ വേൾഡുകളുണ്ട്. അതായത് കുറേ നമ്പേഴ്സ് ഉണ്ട്. അതിലെല്ലാം ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ സർ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ iPhone 17 ഒക്കെ ലോഞ്ച് ആയി കഴിഞ്ഞപ്പോൾ ഒരു ഡീമെറിറ്റായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടാണ്. ഇപ്പോൾ നമ്മൾ കമ്പയറിങ് ടു സാംസങ് ഇത് മീൻസ് ഫീച്ചേഴ്സ് കുറവാണ് ഐഫോണിന് എന്ന് പറഞ്ഞിട്ട്. അതേസമയം നമ്മൾ ടെസ്ല എടുക്കുമ്പോൾ ടെസ്ല ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ വിട്ടതിൽ അവർ സൈബർ ക്യാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് 2026 ലോഞ്ച് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. മീൻസ് ഡ്രൈവർ ഇല്ലാത്ത ക്യാബ്സ് വിത്ത് എയുടെ എല്ലാ ഫീച്ചേഴ്സും കൂടിയിട്ട്. അപ്പോൾ ഏതൊക്കെ ബ്രാൻഡാണ് ഇപ്പോൾ എയുടെ ഫീച്ചേഴ്സ് നന്നായിട്ട് യൂസ് ചെയ്യുന്നത് സാറിന് തോന്നുന്നു? ബ്രാൻഡുകളിൽ ഇപ്പം പറഞ്ഞ സാംസങ്ങിൻ്റെ അത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഡൽ നമ്മളിപ്പം ബേസിക്കലി എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയാം. ലാർജ് ലാംഗ്വേജ് മോഡൽസ് നമ്മളൊരു മോഡലിനെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു. ഇപ്പം ഈ എൻ്റെ വീട്ടിലൊരു ബീഗിളുണ്ട്, ടൂക്കോ ചാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പട്ടിയുടെ പേര് ടൂക്കോ. ഞാൻ ലോകത്തുള്ള പട്ടികളെക്കുറിച്ചുള്ള ബുക്കുകൾ മുഴുവൻ വായിക്കുകയാണ്. കംപ്ലീറ്റ് ഞാൻ വായിച്ചു, എനിക്കെല്ലാം അറിയാം, ബുക്കുകൾ മുഴുവൻ വായിച്ചു. കാവ്യ എന്നോട് പട്ടിയെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതേതാ? ഞാൻ കറക്റ്റായിട്ട് ആൻസർ പറയും, ഇതൊന്ന് തിരുത്തി തരാൻ പറയുന്നു, ഞാനത് തിരുത്തി ഓൾട്ടർ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ. ഇതാണ് ഒരു മോഡൽ, ഒരു ടൈപ്പ് ഓഫ് മോഡൽ. ഞാൻ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുന്നു, വായിക്കുന്നു. എനിക്ക് കുറേ ഡേറ്റ എനിക്ക് കാവ്യ തരുന്നു, ആ ഡേറ്റ മുഴുവൻ ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് കാവ്യ എന്നോട് ചോദിക്കും, അതാണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ്. ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, LLMസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മോഡൽസിൽ ഞാൻ ഈ വായിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ എനിക്കറിയത്തുള്ളൂ, എന്നെ ട്രെയിൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അറിയത്തുള്ളൂ. ഞാൻ ഇതിനകത്ത് തെറ്റുകൾ കാവ്യ എനിക്ക് തന്ന പേപ്പേഴ്സ് ഉണ്ട്, അതും ഞാൻ കട്ട് ചെയ്തിട്ട് തരും. എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശരിയും തരും. ഇതിനകത്തുനിന്ന് കുറേ കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടാണ് ആൻസർ തരുന്നത്. ഇതിനകത്ത് തെറ്റുമുണ്ട്, ശരിയുമുണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം. അപ്പം നമ്മളൊരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ മോഡൽ ക്രിയേറ്റ് ചെയ്തത്
ഏത് രീതിയിലാണ് എത്രയും ആ മോഡൽ ക്രിയേറ്റ് ചെയ്ത് ഏത് ഫോണിൽ കൊടുത്തിരിക്കുന്നു അതിൻ്റെ നോളജ് അത്രയേ ഉള്ളൂ. അതൊരു വലിയ കാര്യമല്ല. ആപ്പിളിനിപ്പോൾ നാളെ ഓരോ നല്ല മോഡൽ എടുത്തുകൊണ്ട് ഇറ്റ് ഈസ് ദർ. പിന്നെ ഇതിനകത്ത് മേ ബി അവർ ട്രെയിൻ ചെയ്തേക്കുന്ന മോഡലും കുറച്ച് ഫീച്ചേഴ്സേ കൊടുത്തിട്ടുള്ളായിരിക്കും. ഇനി അതല്ല വേറൊരു വലിയ മോഡൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ടെസ്ലയുടെ വേറൊരു കേസാണ്. ടെസ്ല അതൊരു റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് വെച്ചിട്ട് അത് ആ കാറിനെ മനസ്സിലാക്കി, അത് ഏറിയ മനസ്സിലാക്കി തന്നെ അത് ടോട്ടലി ഡിഫറെൻറ്റ് വേറൊരു LLM അതിനകത്ത് ഉണ്ടെന്നുള്ളതല്ലാതെ ദർ ഇസ് എ ടോട്ടൽ അനദർ ടെക്നോളജീസ് ദേ ആർ ഇൻവോൾവ്. മനസ്സിലായില്ലേ? സാംസങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ അവർക്ക് ഓരോ മോഡൽ ഏത് മോഡൽ എടുത്ത് അവർ ഇത് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇത് ചെയ്യാൻ. അങ്ങനെ സാർ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിനോടനുബന്ധിച്ച് ഞാൻ എനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ChatGPT-നോട് ചോദിച്ചു, ജെമിനൈനോട് ചോദിച്ചു. ഓക്കെ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കറക്റ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് വന്നത് ChatGPT-ന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വെച്ചാൽ രണ്ടും AI മോഡൽസ് ആണ്. ജെമിനയും ഇപ്പോൾ ഈ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരുപാട് ഇത് കണ്ടായിരുന്നല്ലോ. അതിപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗിയിലും കുറച്ചുകൂടി ഡീപ്പിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്ലൗഡ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ നമ്മുടെ ആവശ്യം അനുസരിച്ചായിരുന്നു ഓരോ മോഡൽസ്. അതിപ്പം ChatGPT, ക്ലൗഡ് ഇതെല്ലാം ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽസിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നതാണ്. അവരെന്തുമാത്രം ഡേറ്റ എടുത്ത് ട്രെയിൻ ചെയ്തിരിക്കുന്നോ ദാറ്റ് മച്ച് പെർഫെക്ഷൻ അതിന് കാണും. പക്ഷേ ഇതിനകത്തൊക്കെ തെറ്റുകൾ പറ്റാം. ഇതിനകത്തെല്ലാം തെറ്റുകൾ. കാരണം ഇതിനകത്ത് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന റിസർച്ച് അല്ലെങ്കിൽ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്നും എടുത്ത് ഇപ്പോൾ ഞാനൊരു പേപ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, എൻ്റെ പേപ്പറും അതിനകത്ത് സൈൻ ചെയ്ത് എൻ്റെ തെറ്റാണെന്ന് വിചാരിച്ചു, അപ്പോൾ അതും തെറ്റായിട്ട് വരും. അതും അത് പറയും. അതാണ് പറയുന്നത്, അതായത് പെർഫെക്റ്റ് അല്ല. ChatGPT പറയത്തില്ല ദീസ് ഡേറ്റാസ് ആർ നോട്ട് വാട്ട് എവർ ഐ ഹാവ് ഗിവൻ ദ ആൻസർ, യു പ്ലീസ് ചെക്ക് ഇറ്റ്. ചിലപ്പോൾ നമ്മൾ ചില മാത്സ് കാൽക്കുലേഷൻ ഒക്കെ ചോദിച്ചാൽ തെറ്റായിട്ട് പറയും, കാര്യം അതിന് അതേ അറിയത്തുള്ളൂ. പക്ഷേ ഡാലി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വേറെ കാര്യം, അതിനകത്ത് ഇമേജസ് ആണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം എൻ്റെ വേണം, എൻ്റെ ഈ ഫേസ് ഇങ്ങനെയുള്ള ഫേസ് ഇത് പല ഫേസ്, കുറേ ഇമേജസ് ഇട്ടാണത്. അതുകൊണ്ടാണ് അത് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. പക്ഷേ ആ ഇമേജ് ക്രിയേഷനും അതൊരു AI-യുടെ ഒരു എന്താ പറയുന്നത് ഒരു ചെറിയൊരു പാർട്ടാണെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ പാർട്ടാണെന്നുള്ളത്. അതിനെയും എത്രയോ ഡെവലപ്മെൻറ്റ്സ് വരാൻ കിടക്കുന്നു. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ ഓരോരുത്തർ ഏത് മോഡൽ എടുത്ത് ചെയ്യുന്നു, എന്തുമാത്രം ഡേറ്റ ട്രെയിൻ ചെയ്യുന്നു, അതിനനുസരിച്ചാണ് അതിൻ്റെ പെർഫെക്ഷൻ. ChatGPT കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ പെർഫെക്റ്റ് മോഡൽ, ഫൈൻ ട്യൂൺ ചെയ്ത മോഡലുകളാണ്. അതെങ്ങനെ അത് ഫൈൻ ട്യൂൺ ചെയ്യുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം വീണ്ടും വരാം. ഇപ്പോൾ ഈ ജെമിനിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ട് ഒരുപാട് മീൻസ് നമ്മളുടെ ഫേസ് വെച്ചിട്ട് നമുക്ക് പല ഡ്രസ്സിലും മോഡലിലൊക്കെ ആക്കാന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സൈബർ ക്രൈംസും ആ സമയത്ത് ഉണ്ടായിരുന്നു. നമ്മുടെ പ്രൈവസി ഡാറ്റ ഒക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഡിമെറിറ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യവുമല്ലല്ലോ. ഈ ഒരു എയ്ഡ് വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇത് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ആവുന്ന ഒരു കാര്യമല്ല. ഇതൊക്കെ എയ്ഡ് ഒരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇന്നോവേഷൻ. നെഗറ്റീവായിട്ട് അതിനകത്ത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് അതിനെ ട്രെയിൻ ചെയ്ത മോഡൽ നമുക്ക് ട്രെയിൻ ചെയ്ത് മാറ്റി റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് AI-യുടെ ഒരു ജെഫ്രി ഹിൻഡൻ പറഞ്ഞ പോലെ, എനിക്കൊന്ന് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ചോദിച്ചത് ജെഫ്രി ഹിൻഡൻ്റെ കാര്യം, നമ്മൾ ഇറ്റ് ഈസ് ഇൻ ദ ലേണിംഗ് പ്രോസസ്. AI-യുടെ ഒരു ചെറിയ പാർട്ട്, ഒരു ഡീപ്പ് ലേണിങ്ങിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. ദർ ആർ ലോട്ട് ഓഫ് അതർ ഏരിയാസ്. ഈ ചെറിയ ഏരിയയിൽ നമ്മൾ എങ്ങനെ ഡേറ്റ ഏതൊക്കെ രീതിയിൽ തെറ്റുകളോ റെക്ടിഫൈ ചെയ്തിട്ട് നമ്മൾ വേറെ ഡേറ്റ കൊടുത്ത് ട്രെയിൻ ചെയ്യിച്ചാൽ മതി. പക്ഷേ അതൊരു ബേസ് മോഡലായിട്ട് അതിനും വേറെ ഡെവലപ്പ് ചെയ്ത് അജൻറ്റിക് ഏജൻസായി ആ ലെവലിലോട്ട് AI വന്നു കഴിഞ്ഞു. AI മോഡൽ ഒരു ബേസായി മാറി. അപ്പം LLM ഒരു ബേസ്, ഒരു സിസ്റ്റം, അതിൽ നിന്ന് ഏജൻസ് വന്നു, അജൻറ്റിക് ഏജൻസ് വന്നു, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വേറൊരു ഏരിയയിലോട്ട് അത് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് മാറും. ഇറ്റ് വിൽ ചേഞ്ച് എവറിത്തിങ്. കാരണം തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റും. ഇത് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ഈ ഓരോ കാര്യങ്ങളും കൊണ്ടും അത് തന്നെത്താനെ അത് റെക്ടിഫൈ ചെയ്ത് പഠിച്ചിട്ട് അത് ഇറ്റ് വിൽ ചേഞ്ച്, മാറിക്കൊണ്ടു. ഇപ്പോൾ ചെറുകിട ബിസിനസ്സിനായാലും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിലായാലും നമുക്ക് എയുടെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ഇപ്പം ചെറുകിട ബിസിനസ്സുകളിലാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ചെറിയ ഷോപ്സ് ആണെന്ന രീതിയിൽ AI-യുടെ അഡ്വാൻറ്റേജസിനകത്ത് ഏറ്റവും വരുന്ന അവരുടെ ഫ്യൂച്ചർ ഒരു ഡേറ്റ അനാലിറ്റിക്സ്, അവരുടെ ബിസിനസ് പ്ലാനാണെന്ന രീതിയിൽ ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴെന്താണ് ബിസിനസ് സംഭവിക്കുന്നത്, ഈ ഡാറ്റ അനാലിറ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഫീൽഡിൽ തന്നെ ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ റിലേഷൻഷിപ്പ്, ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഒരു ഷോപ്പുകാരൻ, അയാളുടെ ഷോപ്പിൽ ആരൊക്കെ വരുന്നു, എന്തൊക്കെ വാങ്ങിക്കുന്നു, എന്തൊക്കെയാണ് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് വാങ്ങിക്കുന്നത്, ഇവർ ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് വാങ്ങിക്കാൻ പോകുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ്, ഒരാളുടെ പർച്ചേസ് പാറ്റേൺ കണ്ടുപിടിക്കാൻ ഇറ്റ് ഈസ് വെരി ഈസി. അത് AI വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അയാളുടെ ആഡ് കാര്യങ്ങൾ, അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ,
പിന്നെ മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പർച്ചേസ്, സ്റ്റോക്ക്, ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ ഒരു 15 വർഷത്തെ അയാളുടെ സ്റ്റോക്ക് എടുത്തിട്ട് എവിടെയാണ് അയാൾ ഫെയിലിയർ ആയത്, എന്തുകൊണ്ട്, ഏത് സ്റ്റോക്കാണ് മൂവ് ചെയ്യാതിരിക്കുന്നത്, ഏത് സ്റ്റോക്ക് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത്, ഇത് എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നില്ല, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഐയുടെ സഹായത്തോടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ ഡാറ്റ അനാലിറ്റിക്സ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വലിയ ഇൻഡസ്ട്രിയിലാണെന്നതിൽ ഡിസൈൻസ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, പല കാര്യങ്ങൾ, അവരുടെ വർക്ക് ഫ്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഉള്ള എഐയുടെ ഇൻഫ്ലുവൻസ് അവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വിച്ച് ഈസ് ഇപ്പം ഒരു ഫാക്ടറിയിൽ, അവരുടെ ഫാക്ടറിയിൽ ഒരു ലോങ് ചെയിൻ, മാനുഫാക്ചറിങ് ചെയിൻ, ഒരു ലോങ് ഒരു ഫ്ലോ കാണുമല്ലോ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ആ ഏരിയ മുഴുവൻ ഓഫ് ചെയ്തിട്ടിട്ട് പോയിട്ട് നമ്മളത് റിപ്പയർ ചെയ്യണം. എഐ ഉണ്ടെന്നൊരു എഐ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു ലേണിംഗ് സിസ്റ്റം, ഒരു സിസ്റ്റം നമ്മളവിടെ ഉണ്ടാക്കുകയാണെന്നതിൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ എവിടെയാണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം നമ്മൾ പറഞ്ഞു ഇന്ന ഏരിയയിലാണ് നിങ്ങൾക്ക് പ്രോബ്ലം. അപ്പോൾ ആ ഭാഗം മാത്രം നമുക്ക് ഓഫ് ചെയ്ത് അവിടെ മാത്രം അത് അവിടെ പ്രൊഡക്ഷനും ബെനിഫിറ്റ് ഉണ്ടാകും. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇൻഡസ്ട്രിയൽ ലെവലിൽ ചെയ്യാൻ പറ്റും. സ്മോൾ ബിസിനസ് സ്കെയിലിൽ അവിടെയും നമ്മൾ ചെയ്യുന്ന ചെറിയ നമ്മൾ അറിയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ഒരു ബിസിനസ്സിൽ കാണും. ചെറിയ ബിസിനസ്സിലാണെങ്കിൽ ഒരു ഷോപ്പുകാരന് നമ്മളറിയാൻ പറ്റാതെ ചിലപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മൾ കാണാതെ തന്നെ ഇരിപ്പുണ്ടായിരിക്കും. ഈ സ്റ്റോക്ക് എങ്ങനെ വാങ്ങിച്ചു, എന്തിനു വാങ്ങിച്ചു, ഇതെന്തുകൊണ്ട് പോകുന്നില്ല, ആൾക്കാരുടെ പർച്ചേസ് പാറ്റേൺ എന്താണ്. ഇപ്പം കാവ്യ ഒരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ കാവ്യക്കൊരു പർച്ചേസ് പാറ്റേൺ ഉണ്ട്, ഞാനൊരിടത്ത് ഒരു ഷോപ്പിൽ പോകണമെങ്കിൽ എനിക്കൊരു പർച്ചേസ് പാറ്റേൺ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഈ പാറ്റേൺ കണ്ടുപിടിച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ എന്താണ് പർച്ചേസ് പാറ്റേൺ നമുക്ക് പറയാം. അത് ബേസ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനും അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാനും പറ്റും. അത് ഈയിടെ ഒരു ചെറിയ ബിസിനസ്സുകാരന് പിന്നെ ആഡ് ഒരു പർട്ടിക്കുലർ ഒരു വാച്ച് കമ്പനിക്കാരനാണ്, ചെറിയ മാനുഫാക്ചറിംഗുകാരനാണ്, ഇയാളുടെ വാച്ച് ഏത് ഏരിയയിലാണ് പോകുന്നത്, ആരൊക്കെയാണ്, എത്ര ഏജ് സാലറി ഉള്ളവരാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത്, അവർക്ക് മാത്രമായിട്ട് ആഡ് കൊടുക്കുക, സെഗ്രിഗേറ്റ് ചെയ്യുക, ആ പർട്ടിക്കുലർ ഏരിയയിൽ ആഡ് കൊടുക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളത് ചെയ്യാൻ പറ്റും. ദീസ് ആർ ഓൾ നമ്മൾ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അതെല്ലാം നമുക്ക് എ ഐക്ക് സൊല്യൂഷനുണ്ട്. പക്ഷേ നമ്മൾ അതിനുള്ള ഡേറ്റ, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആ ടൂൾ നമ്മൾ ഉപയോഗിക്കണം. ആ ടൂൾ ഉപയോഗിക്കുന്നവരാണ് they are the best. They will become a success in future. സാറിൻ്റെ ഒരു ഡ്രീം എ മോഡൽ അല്ലെങ്കിൽ ഒരു ഡ്രീം എ പ്രൊജക്റ്റ് ഉണ്ടോ? അതെന്താണ്? എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കമ്പനിയുമായിട്ട് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഒരു ബിസിനസ് ഒരു ഇതുണ്ട്. അതിനകത്തൊരു പർട്ടിക്കുലർ സാധനം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നമ്മൾ പ്ലക്ക് ചെയ്യണം. മനസ്സിലായില്ല? അതൊരു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റ് വർക്ക് ചെയ്യണം. അപ്പം ഞങ്ങൾ അതിൻ്റെ വർക്കിലാണ്. അപ്പോൾ അത് നോർമലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഈ ഇലകളോ അല്ലെങ്കിൽ ഒരു പൂവാണ്, ആ പൂ നിൽക്കുന്നതൊരു പല ഇതിൻ്റെ മണ്ടയ്ക്ക് ഇലകൾ ഇങ്ങനെ കവർ ചെയ്താൽ നിൽക്കുന്നതെന്ന് വരില്ല. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോഴെൻ്റെ ഒരു ഞങ്ങൾ അതിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനൊരു മോഡലിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഫ്യൂച്ചറിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്, കണക്റ്റോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞു. ദാറ്റ് പ്രോജക്റ്റ് ഈസ് ബേസിക്കലി നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കുകയാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ നെറ്റ്വർക്ക്, നമ്മുടെ മനസ്സെന്താണ്, നമ്മുടെ മനസ്സെന്താണ്, നമ്മൾ ചിന്തിക്കുന്ന പ്രോസസ്സ്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ ജീനോം നമുക്കുണ്ട്, ഒരു CD ഉണ്ട്. കണക്റ്റോം അതുപോലെ തന്നെ നമ്മുടെ കണക്റ്റോമിന് ഒരു CD കിട്ടും, നമുക്കൊരു ഓണേഴ്സ് മാനുവൽ കിട്ടും. അതായത് 2 ഓണേഴ്സ് മാനുവൽ, ഒരു CD നമ്മുടെ ജീൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ കണക്റ്റോം പ്രോജക്റ്റിൽ നമ്മുടെ ബ്രെയിൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് ആ CDയും കിട്ടും. ഇത് രണ്ടും എൻ്റെ കയ്യിൽ എന്നെക്കുറിച്ച് കിട്ടിയാൽ എനിക്ക് എന്നെ ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റും. എന്നെ ഡിജിറ്റൈസ് ചെയ്തിട്ട് ഐ ക്യാൻ ട്രാൻസ്പോർട്ട് മൈസെൽഫ് ടു മാർസ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു സ്ഥലത്ത് പോയിരുന്ന് മാർസിൽ പോയിരുന്ന് കാപ്പി കുടിക്കുക, മോണിൽ പോയിരുന്ന് തിരിച്ച് വൈകിട്ട് അവിടെ വരിക, തിരിച്ച് ഭൂമി വരിക. ഇത് യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കും. വിതിൻ 1000 years ദിസ് വിൽ ഹാപ്പൻ. ഞാൻ അന്ന് ജീവിച്ചിരിക്കത്തില്ല, പക്ഷേ എൻ്റെ ഒരു ഡ്രീം അതാണ്. സപ്പോസ് ആ കണക്റ്റോം പ്രോജക്റ്റ് എനിക്കൊന്നാണ് ഒരു 20 yearsനുള്ളിൽ അല്ലെങ്കിൽ 25 yearsനുള്ളിൽ സക്സസ് ആകും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം അവരുടെ മാൻഹാട്ടൻ പ്രോജക്റ്റൊക്കെ യുഎസിലെല്ലാം അവർ ഇത്ര വർഷം കൊടുത്ത് അവർ സക്സസ് ആക്കിയിട്ടുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി വി ക്യാൻ തിങ്ക് ദാറ്റ് ഒരു 30 years. അങ്ങനെ ആയാൽ എവരി ഹ്യൂമൻ ബീയിങ് എല്ലാവർക്കും നമുക്കിപ്പം 2000 രൂപ കൊടുത്താൽ നമുക്ക് നമ്മുടെ ജീനെല്ലാം കിട്ടും. അത് ഡിജിറ്റൈസ് ഒരു CD ഫോമിൽ നമുക്ക് കിട്ടും. ഇതും അതുപോലൊരു CD ഫോമിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൈസ് ചെയ്താൽ വി ക്യാൻ ട്രാൻസ്പോർട്ട് അവർ സെൽസ് ടു സം അതർ പ്ലാനറ്റ്സ്. ആൽഫ സെന്റാരി ബി അല്ലെന്ന രീതിയിൽ, മൂൺ അല്ലെന്ന രീതിയിൽ, മാഴ്സ് അല്ലെന്ന രീതിയിൽ, വേറെ ഏതെങ്കിലും അതിന് നമ്മൾ പോകണ്ട, നമ്മളിവിടെ ഇരുന്നാൽ മതി. ചിന്തകൾ സഞ്ചരിക്കുന്ന പോലെ തന്നെ നമ്മൾ അവിടെ പോയി ആ സാധനങ്ങളൊക്കെ നമ്മൾ റിയലി ഫീൽ ചെയ്യുന്ന പോലെ അവിടെ ചെന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. നമ്മൾ ഇപ്പൊ ഹെൽത്ത് ഫീൽഡിൽ ഞാൻ ഇതുപോലെ കേട്ടതാണ് റീ ഏജിങ്, അതുപോലെ ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ് കൂട്ടാനുള്ള എഐയുടെ ടെക്നിക്സ് ഒക്കെ ഇപ്പോൾ
ലോഞ്ച് ആവാൻ പോവാണെന്നോ ലോഞ്ച് ആയി എന്നൊക്കെ യെസ് യെസ്. കാരണം അത് സിമ്പിളാണ്. കാര്യം ഇപ്പം നമുക്കറിയാം നമ്മുടെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നതന്നെ പറയും, വി ആർ ഗെറ്റിംഗ് ദ പവർ ഓഫ് ദ ഗ്രീക്ക് ഗോഡ്സ്. ഹ്യൂമൻസ് ആർ ഗെറ്റിംഗ് ദ പവർ ഓഫ് ഗ്രീക്ക് ഗോഡ്സ്. അതായത് ദ ഗോഡ് അപ്പോളോ ഹാസ് എ ചാരിയറ്റ്. he'll transport from one place to another place. We have a hyperloop, high speed transportation നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ദ ഗോഡ് സൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹീസ് തിങ്കിങ്, അയാളുടെ മനസ്സിൽ എന്ത് തിങ്ക് ചെയ്യുന്നു അത് അതുപോലെ ചെയ്യാൻ പറ്റും. ആ സാധനം അവിടെ നിന്ന് പൊക്കിയാൽ വിത്ത് ടെലിക്കനറ്റിക് പവർ ഉണ്ടാക്കി അത് പൊക്കാൻ പറ്റും. നമുക്കതിപ്പോൾ പറ്റും. ഇൻ്റർനെറ്റ് 2 വന്നു കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് പോസിബിൾ. നമ്മുടെ തിങ്കിങ് പവർ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ വീനസ്, ദ പെർഫെക്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ഹെൽത്തി ലേഡി. സോ വി ഹാവ് നൗ ആ ചെറുപ്പത്തിൻ്റെ നമ്മുടെ ആ യങ് ഏജ് നമുക്ക് നിലനിർത്താൻ പറ്റും. വി നോ എവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോബ്ലം വരുന്നത്. ഒരു കാറിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് കാറിൻ്റെ എഞ്ചിനാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് നമ്മുടെ മൈറ്റോകോൺട്രിയ, അതായത് മൈറ്റോകോൺട്രിയയിലാണ് വരുന്നത്. അപ്പം നമ്മുടെ ഈ നമ്മുടെ ജീനിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇത് എൻഡെന്ന് പറഞ്ഞാൽ ക്രോമസോംസ് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ടിപ്പ് പോലെ ഇരിക്കും. ആ പ്ലാസ്റ്റിക് ടിപ്പ് പോലെയാണ്. ആ പ്ലാസ്റ്റിക് ടിപ്പ് തേയുന്നതനുസരിച്ചാണ് നമ്മൾ വയസ്സായിക്കൊണ്ടേയിരിക്കുന്നത്. നമുക്കൊരു പനി വരിക, നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഈ പ്ലാസ്റ്റിക് ടിപ്പ് പെട്ടെന്ന് തേഞ്ഞു പോകും. അങ്ങനെയാണ് നമ്മൾ ഏജ്ഡ് ആകുന്നത്. അപ്പം ഓരോ ഇയർ കഴിയുമ്പോഴും നമ്മൾ സെല്ലിൻ്റെ എഡ്ജ് ഈ ക്രോമസോമാണ്. ക്രോമസോമിൻ്റെ എൻഡ് പ്ലാസ്റ്റിക് ടിപ്പാണ്. പ്ലാസ്റ്റിക് ടിപ്പ് തേഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് പറയുന്ന ടെലോമറി എന്നാണ് പറയുന്നത്. ഈ ടെലോമറീസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ എൻസൈം നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പിൻ്റെ ലെങ്ത് കുറയത്തില്ല, അത് അതുപോലെ തന്നെ നിൽക്കും. നമുക്ക് ചെറുപ്പമായിട്ട് തന്നെ നമുക്കറിയാം ഇത് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നമുക്കറിയാം. അതിന് ഈ AI മോഡലുകൾ വെച്ചിട്ടും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വെച്ചിട്ടും നമ്മളത് മനസ്സിലാക്കിയാൽ നമുക്കത് മോർ അഡ്വാൻസ്ഡ് ആണ്. അത് നിലനിർത്താൻ പറ്റും. അവിടെയാണ് കാരണം ഈ ഡേറ്റ മുഴുവൻ നമ്മുടെ കയ്യിലുണ്ട്. കമ്പ്യൂട്ടിംഗ് പവർ നമുക്കിപ്പോൾ കുറവാണ്. കമ്പ്യൂട്ടിംഗ് പവർ നമ്മൾ എത്ര കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് പോസിബിൾ ടു മേ ബി അനദർ 300 years or 350 years we may be able to ഒരു ലോങ് ലീവിന് കുറച്ചുകൂടെ നമുക്ക് നമ്മൾ എത്ര ആയിരുന്നു, നമ്മുടെ ആവറേജ് ഏജ് ഒരു 30 to 40 years ആയിരുന്നു. അതിപ്പോൾ ഏജ് ഇപ്പോൾ ഒരു 70-80 ഒക്കെ ആയില്ലേ. ഇറ്റ് ഈസ് പോസിബിൾ ടു 150 years, 120-150 years. ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ സാർ, ഇപ്പോൾ ഗ്രീക്ക് ഗോഡ്സിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, സയൻസും വിശ്വാസവും രണ്ട് ഇത് നിൽക്കും. ഇപ്പോൾ സാർ പറഞ്ഞ ഗ്രീക്ക് ഗോഡ് ഇങ്ങനെ ഉയർത്താൻ പറയും, പക്ഷേ ഈ AI മാനേജ് ചെയ്യുന്ന സാറ് അപ്പോൾ ദൈവവിശ്വാസം എന്നുള്ളൊരു സാധനം ഇത് രണ്ടും ക്ലബായി പോകുന്നു. ദാറ്റ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ആദ്യം ചോദിച്ചത് നമ്മുടെ ഗലീലിയോയോട് ചോദിച്ചു. ഗലീലിയോ ആൻസർ പറഞ്ഞു. കാരണം ഗലീലിയോയെ പിന്നെ ഇതിൽ കോർട്ടിൽ കൊണ്ടുപോയിട്ട്, പോപ്പിൻ്റെ കോർട്ടിൽ കൊണ്ടുപോയിട്ട് ആൻസർ ചോദിച്ചു. അപ്പോൾ ഗലീലിയോ പറഞ്ഞത്, ദ പർപ്പസ് ഓഫ് റിലിജിയൻ ഈസ് ടു ഡിറ്റർമൈൻ ഹൗ ടു ഗോ ടു ഹെവൻ. The purpose of science is to determine how the heaven goes. മനസ്സിലായില്ലേ? The purpose of religion is to determine how to go to heaven. But the purpose of science is to determine how the heaven goes. Okay. ഇത് തന്നെ ക്വസ്റ്റ്യൻ ആൽബർട്ട് ഐൻസ്റ്റീനോട് ചോദിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, it is the god of സ്പിനോസ എന്ന് പറഞ്ഞാൽ the god of beauty. ഫ്രഞ്ച് റൈറ്ററിൻ്റെ ഒരു കൺസെപ്റ്റാണ് ഗോഡ് ഓഫ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദർ ഈസ് ഒരു പേഴ്സണൽ ഗോഡ് കൈൻഡ് ഓഫ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്, ബട്ട് ഐ ഡോണ്ട് ബിലീവ് എവറിബഡി മറ്റുള്ളവർ തിങ്ക് ചെയ്യുന്ന പോലെ ഒരു ഗോഡ് ഓഫ് കൺസെപ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് ഐ ബിലീവ് ലൈക്ക് വാട്ട് ഹീ സെഡ്, ഗലീലിയോ സെഡ്, ആൻഡ് ബിലീവ് ഇൻ ആൽബർട്ട് ഐൻസ്റ്റീൻ സെഡ്, ദ ഗോഡ് ഓഫ് ഓർഡർ, ദ ഗോഡ് ഓഫ് ബ്യൂട്ടി, ദ ഗോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചാൽ നാളെ രാവിലെ എനിക്കൊരു ക്രിസ്മസിന് അല്ലെങ്കിൽ എനിക്കൊരു സൈക്കിൾ കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ഗോഡ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് ഐ ബിലീവ് ഇൻ ദ ഗോഡ് ഓഫ് ഓർഡർ, ഐ ബിലീവ് ഇൻ ദ ഗോഡ് ഓഫ് ബ്യൂട്ടി, ഐ ബിലീവ് ഇൻ ദ ഗോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. ദെയർ വാസ് സം കൈൻഡ് ഓഫ് ഫോഴ്സ് ഡൂയിങ് ഓൾ ദിസ് അറേഞ്ച്മെൻറ്റ്സ് കൈൻഡ് ഓഫ് തിങ്സ്. ഇൻ ദാറ്റ് ഐ ബിലീവ്. അല്ലെങ്കിൽ നമ്മൾ വെർ ഇസ് ദിസ് ലോസ് കം ഫ്രം? ഓൾ ദിസ് ലോസ്, നമ്മൾ ഇന്ന് കാണുന്ന ഓരോ ലോസ് എങ്ങനെ വന്നു, ഓരോ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെ വന്നു? ദാറ്റ് കൈൻഡ് ഓഫ് ഗോഡ് ഐ ബിലീവ്. അതർ ദാൻ ദാറ്റ് ഐ ഡോണ്ട് ബിലീവ് കൈൻഡ് ഓഫ് നമ്മൾ പല മതങ്ങളും പറയുന്ന പോലെ നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് എല്ലാം കിട്ടും എന്ന് പറയുന്നത്. അത് കിട്ടുമായിരിക്കും, ബട്ട് നോട്ട് എ പേഴ്സണൽ ഗോഡ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ എ പേഴ്സണൽ ഗോഡ്. ദാറ്റ് ഈസ് തിങ്. ഓക്കെ. ഇപ്പോൾ സാർ നിലവിൽ
എയുടെ ഏറ്റവും പുതിയൊരു ഇന്നോവേഷൻ നമ്മുടെ വേൾഡിൽ നടക്കുന്നത് എന്താ? ഇപ്പോൾ ഹെൽത്ത് മേഖലയിലാണല്ലോ, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുന്നു. ഏത് മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു അപ്ഡേഷനും കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്? എസ്പെഷ്യലി ഇൻ മെഡിക്കൽ ഫീൽഡിൽ ഞാൻ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് പറയാം. ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും AI കൂടെ ചേർന്നുള്ള മെർജ് ചെയ്തിട്ടുള്ള റെവല്യൂഷൻസ് ആണ് നടക്കാൻ പോകുന്നത്. അത് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, കാവ്യക്ക് മനസ്സിലാവും എന്തുമാത്രം ഡെപ്തിലാണ് നമ്മൾ ഹൗ വി ആർ ഗോയിങ് ടു മൂവ് എഹെഡ്. Especially in the chemical industry, especially in the fertilizers industry. Fertilizers industry 1909 ഫ്രിറ്റ്സ് ഹാബർ എന്ന് പറഞ്ഞ ജർമ്മൻ സയൻറ്റിസ്റ്റാണ് ഫസ്റ്റ് ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടാക്കിയത്. ആ സമയത്ത് എന്ത് പറ്റുന്നതിൽ ഈ ജനങ്ങൾക്കും അനുസരിച്ചുള്ള ഫുഡ് കിട്ടുമോ, എത്ര പോപ്പുലേഷൻ ഉണ്ട് അതനുസരിച്ചുള്ള ഫുഡ് കിട്ടുമോ എന്നുള്ളൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് ഫ്രിറ്റ്സ് ഹാർബറാണ് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കിയത്. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഫുഡിൻ്റെ 50% വി ആർ താങ്ക്ഫുൾ ടു ഫ്രിറ്റ്സ് ഹാർബർ. കാരണം നമ്മുടെ ആറ്റം ഇറ്റ് ഈസ് ഇൻബിൽറ്റ്, ഹിസ് നെയിം ഓൾറെഡി ഇറ്റ് ഈസ് ഫ്രിറ്റ്സ് ഹാർബർ എന്ന് അതിൽ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ അയാളുടെ ആ റെവല്യൂഷൻ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഫുഡ് കഴിക്കുന്നത്. ഇത്രയും ഫുഡ് നമുക്ക് റെവല്യൂഷൻ ഉണ്ടായത്. കാര്യം വിച്ച് ഈസ് കോൾഡ് നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷൻ എന്ന് വെച്ചാൽ നൈട്രജൻ, എയറിലുള്ള നൈട്രജൻ N2 ആണ്, 2 ആറ്റമാണുള്ളത്. ഈ 2 ആറ്റത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വളരെ സ്ട്രോങ്ലി ബോണ്ടഡ് ആണ്, വിച്ച് വി കനോട്ട് സ്പ്ലിറ്റ്. അപ്പോൾ ഈ സ്ട്രോങ്ലി ബോണ്ട് വെച്ച് 3 കോവലൻ ബോണ്ട്സ് വെച്ചിട്ട് അത് വളരെ കെമിസ്ട്രിക്കാരോട് ചോദിച്ചാൽ അറിയാം, വിച്ച് വെരി സ്ട്രോങ്ലി ബോണ്ടഡ് ആണ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരു ഹൈഡ്രജൻ ആറ്റമോ അല്ലെങ്കിൽ മറ്റുള്ള ഐറ്റം ഇത് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ നോർമൽ ടെമ്പറേച്ചർ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പം ഇവരെന്ത് നമ്മുടെ FSCയിലൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ 300 ഡിഗ്രി ഹീറ്റ് കൊടുത്തിട്ട് അറ്റ്മോസ്ഫിയറിക് ഓൾമോസ്റ്റ് 200 പ്രഷർ കൊടുത്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യിച്ചിട്ട് ഇത് ചേർക്കും, ഹൈഡ്രജൻ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. നൈട്രജനോട് ഹൈഡ്രജൻ മിക്സ് ചെയ്യുമ്പോഴാണ് അമോണിയ ഉണ്ടാകുന്നത്. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത്രയും 300 ഡിഗ്രി ചൂടും അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൊടുക്കും. പക്ഷേ നമ്മുടെ ചെടികളില്ലേ, അത് നോർമൽ റൂം ടെമ്പറേച്ചറിലാണ് ഇതേ സെയിം കാര്യം ചെയ്യുന്നത്. പ്രകൃതിക്ക്, നേച്ചറിനത് ചെയ്യാമെങ്കിൽ പിന്നെ വൈ കാണ്ട് നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇതെങ്ങനെ നേച്ചർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇല എങ്ങനെയാണ് രാവിലെ അത് അവർ ട്രീകൾ എങ്ങനെയാണ് അതിൻ്റെ ഫുഡ് ഇത് ചെയ്യുന്നത്, നോർമൽ ടെമ്പറേച്ചറിലാണ് സെയിം നൈട്രജൻ ഫിക്സേഷൻ ഇറ്റ്സ് ഹാപ്പനിങ് വിത്ത് 12 ATP മോളിക്യൂൾസാണ്. 12 ATP മോളിക്യൂൾസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ATP മോളിക്യൂൾസ് ദേ ക്രിയേറ്റ് കാറ്റലിസ്റ്റ്. പർട്ടിക്കുലർ ഈ ATP മോളിക്യൂളിൻ്റെ പവർ കൊണ്ടുവരേണ്ട അവർ കാറ്റലിസ്റ്റുകളെ പ്രിപ്പയർ ചെയ്യും. അതിൻ്റെ പേര് എനിക്ക് നൈട്രോജിസ് സംതിങ് ലൈക്ക് ദാറ്റ്. കെമിസ്ട്രിക്കാരെല്ലാം ഉണ്ട്, സോറി ബിക്കോസ് അത് നെയിം ഞാൻ ഓർക്കുന്നില്ല. നൈട്രോജസ് സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു കാറ്റലിസ്റ്റ് വരും. ഈ കാറ്റലിസ്റ്റുകൾ വെച്ചിട്ടാണ് ഇവർ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത് വിത്ത് റൂം ടെമ്പറേച്ചർ. ഇത് തന്നെ നമുക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡിയിൽ പർട്ടിക്കുലർ കാറ്റലിസ്റ്റുകളെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രി വി നീഡ് ടു ചേഞ്ച്, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി, നമ്മുടെ ബോഡിയിലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതിലാണ് AI-യും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ഫസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി അനദർ 10-15 years. ദിസ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. കാരണം ഫെർട്ടിലൈസേഷൻ ഇൻഡസ്ട്രി ഈസ് ഗോയിങ്, ഞാനതാ പറഞ്ഞത്, യുവർ കോമഡിറ്റി പ്രൈസ് വിൽ കം ഡൗൺ. ഇതൊരു കാരണം നമുക്കത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ നൈട്രജൻ ഫിക്സേഷൻ ഇത്രയും കോസ്റ്റ് വരത്തില്ല. അതായത് ഓൾ വേൾഡിൻ്റെ 2% ആണ് പവർ വി ആർ യൂസിങ് ടു എനി ഫെർട്ടിലൈസർ ഈസ് യൂസിങ്. എല്ലാ ഫെർട്ടിലൈസേഴ്സും കൂടെ 2% ഓഫ് ദ ജനറേറ്റിംഗ് പവർ യൂസ് ചെയ്ത്, ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് കേസിൽ നമുക്കൊരു നമ്മുടെ മെഡിസിൻസ് അതാണ് നമ്മൾ അലക്സാണ്ടർ ഫ്ലെമിംഗ് മറ്റേ ബ്രെഡിൻ്റെ മോളിക്യൂൾ, ബ്രെഡ് വെച്ചിട്ട് മറ്റേ ബാക്ടീരിയയെ കൊല്ലുന്ന പൂപ്പ് വന്നിട്ട് അത് ബാക്ടീരിയയെ കൊല്ലുന്നത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെഡിസിൻസ് ഒന്നും കണ്ടുപിടിച്ചില്ല. പെൻസിലിൻ കണ്ടുപിടിച്ചില്ല. അപ്പോൾ പെൻസിലിനും ടെട്രാസൈക്ലിനും ചെയ്യുന്ന എന്താണ്, ടെട്രാസൈക്ലിൻ ആക്ച്വലി ചെയ്യുന്നത് പെപ്റ്റിഡോസ് ഗ്ലൈസിൻ എന്ന് പറയുന്ന മറ്റേ ബാക്ടീരിയാസിൻ്റെ വാളിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കുക ചെയ്യുന്നത്. മനസ്സിലായി? പെപ്റ്റിഡോസ് ഗ്ലൈസിനാണ് അതിൻ്റെ വാളിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അത് ചെയ്യുന്നത്. രണ്ടാമത് ചെയ്യുന്നത് ഇപ്പോൾ ടെട്രാസൈക്ലിൻ എന്ന് പറയുന്നത് അത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോസ് അതിൻ്റെ ഫോളിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അതാണ് അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നത് വാളിൻ്റെ. വേറെ എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിലോട്ട് ഒരു മങ്കി റഞ്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ റീപ്രൊഡക്ഷൻ സിസ്റ്റം മുഴുവൻ. ഈ ടെക്നോളജിയൊക്കെ ഓൾഡ് ടെക്നോളജിയിലാണ് നമ്മളിപ്പോഴും ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. ദീസ് ടെക്നോളജീസ് അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൽ വി ആർ ചേഞ്ചിങ് ഇൻ ടു അതർ കൈൻഡ് ഓഫ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട്. അതിന് AI-യും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും യൂസ് ചെയ്യാൻ പറ്റണം. എയുടെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും മനസ്സിലാവുന്നത് നമുക്ക് നമ്മളുടെ ഇതിന് ഒരുപാട് സംസാരിച്ചാലും തീരാത്തൊരു
Of course. വിഷയമായിട്ടാണ്. നമുക്കൊരു course, ഹാഫ് ആൻ അവറിനുള്ളിൽ എന്തായാലും ഇതിനെ കുറിച്ച് കംപ്ലീറ്റ് ചെയ്ത് തീർച്ചയായിട്ടും. നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാർ പല പല മേഖലകൾ ടച്ച് ചെയ്ത് നമുക്കൊരു ഏകദേശം ഒരു ചെറിയ ഷോർട്ട് ടേമിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ താങ്ക് യു വെരി മച്ച്. താങ്ക്സ് അലോട്ട്. ബൈ.